ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സ് ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. മെയിനായിട്ട് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ആക്ച്വലി എനിക്കിന്ന് കുറച്ച് നെയിൽ കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, പറയാനുള്ള കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയെന്ന് മുതൽ എനിക്ക് വരുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. ചിലരെന്നെ ഡയറക്റ്റ് വിളിക്കാറുണ്ട്, ചിലർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്, യൂട്യൂബിൽ തന്നെ നമ്മൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ്സിനൊന്നും ഞാൻ കാര്യമായിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് നെയിൽ ലിക്വിഡിനെ പറ്റി തന്നെയാണ്. എങ്ങനെയാണ് ലിക്വിഡ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും ബൾക്കായിട്ട് കിട്ടുന്നത്, ഇൻഗ്രീഡിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ, എത്രയാണ് നമ്മളെ മെഷർമെൻറ്റ്സ് ഒന്ന് പറയുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അത് റിവീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാത്തത്. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഈ ലിക്വിഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനം നെയിൽ ലിക്വിഡ് തന്നെയാണ്. അത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം ലിക്വിഡ് നെയിൽ കോൺ ഈ ഐറ്റം തന്നെയാണ്, ഹാൻഡ് കോണിനേക്കാളും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര കിട്ടുന്നത്, എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ലിക്വിഡ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ആണെങ്കിലും ശർക്കര ആണെങ്കിലും ചായപ്പൊടി ആണെങ്കിലും നല്ല റേറ്റ് ഉണ്ട്. ചിലർ ചായപ്പൊടി കൂടാണ്ട് കോഫി പൗഡർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജീരകം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ അതല്ലാണ്ട് ഗ്രാമ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ റേറ്റ് കൂടിയ സാധനങ്ങളാണ്. ഒന്നിനും റേറ്റ് കുറവ് എവിടെയും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്പെൻസ് വരുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ. അതാണ് ലിക്വിഡിന് റേറ്റ്. അപ്പോൾ അവർ പറയുമ്പോൾ അവർക്ക് ലിക്വിഡ് മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നമുക്കത് നമ്മളത്രയും എഫേർട്ട് എടുത്ത് നമ്മളും ഫീസൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് ചെയ്തിട്ടാണ് ഇന്നീ നിലക്ക് എത്തിയിരുന്നത്. അപ്പോൾ അതാണ് നമ്മളത് പുറത്തെവിടെയും ഷെയർ ചെയ്യാണ്ട് റിവീൽ ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്നത്. അതുപോലെ ഞാനും ക്ലാസ് കൊടുത്തിരുന്ന ആളാണ്. ഇപ്പോഴാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. ഇനി ഞാൻ ഇപ്പോൾ ക്ലാസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ഈ വീഡിയോ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് അവരോടും കൂടി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. കാരണം അവരെല്ലാം ഫീസ് കൊടുത്തിട്ടാണ് അവർ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവരോട് മറ്റുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ്സൊന്നും കൊടുക്കണില്ല പറഞ്ഞിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക, ഞങ്ങളെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു അവർക്കും വരും. അപ്പോൾ ഞാനത് അവരോടും കൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ചിലവർക്ക് ചിലപ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, ഞങ്ങൾക്ക് പറഞ്ഞെന്ന് അവരറിയാൻ പോണില്ലല്ലോ എന്നൊക്കെ ആണെങ്കിൽ തോന്നാം. പക്ഷേ നമ്മുടെ ഉള്ളിലറിയാലോ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എവിടെയും ഷെയർ ചെയ്യാത്തത്. ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അത് ഞാൻ മറച്ചു വെക്കണമെന്നില്ല. ഞാൻ പഞ്ചസാരയും ചായപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മുന്നത്തെ ഇതിൽ പണ്ടൊക്കെ ഞാൻ ജീരകം ഇട്ടിരുന്നത്. പിന്നെ അതൊക്കെ നല്ല എക്സ്പെൻസ് കൂടുതലാണ്. റേറ്റ് നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ മാക്സിമം നമ്മളൊരു എക്സ്പെൻസ് കുറക്കാൻ നോക്കുക. അപ്പോൾ അത് ഇടാണ്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ലിക്വിഡ് കിട്ടുന്നുണ്ട്, സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കുറേ പൈസ ഒക്കെ കൊടുത്ത് മേടിച്ചിട്ട് എന്തിനാണ് വെറുതെ ചിലവ് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ നിർത്തിയത്. അപ്പോൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് അയക്കാതിരിക്കുക. മെയിനായിട്ട് ഞാൻ നമ്പർ ഓരോ വീഡിയോസിൻ്റെ താഴെ മെൻഷൻ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ലിക്വിഡിനെ പറ്റി അല്ലാത്ത എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളോട് ചോദിച്ചോളൂ. ഞാൻ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. നെയിൽ കോണിൻ്റെ കാര്യങ്ങളും ഷീറ്റ് കട്ട് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നതും, പിന്നെ സീൽ ചെയ്യുന്നതും, പേസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. എങ്ങനെയാണ് ലിക്വിഡ് ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റി ലിക്വിഡിൻ്റെ കാര്യങ്ങൾ ആരും ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ.
പിന്നെ എനിക്ക് കുറേ കമൻറ്റ് വരുന്നതിൽ ഒരു കമൻറ്റ് പറഞ്ഞത് ഷീറ്റ് കട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ മെഷർമെൻറ്റ് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അത് ഞാൻ അവരോട് പറയാറുണ്ട്. കുറേ കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് അറിയില്ല. ഒരു ഷീറ്റിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പോലും എനിക്കറിയില്ല. കാരണം ഞാനത് മെഷർ ചെയ്തിട്ടല്ല ഞാൻ കട്ട് ചെയ്യാറുള്ളത്. ഞാനത് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ഷീറ്റിൻ്റെ സൈസും കട്ട് ചെയ്തിട്ട് ഓരോ പീസിൻ്റെ സൈസും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല, ഞാനിതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയണ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഓൾ.